സ്വകാര്യ പങ്കാളിത്തം CPM നിലപാടിൽ വൈരുദ്ധ്യം, പൊതുമേഖല ഒരു സമ്മേളനം രണ്ട് നിലപാട്, ഇങ്ങനെയാണ് ആ വാർത്ത. അതായത് കേരളത്തിൽ സ്വകാര്യ പങ്കാളിത്തമാകാം, കേന്ദ്രത്തിനെതിരെ പക്ഷേ സമരം വരും എന്നതാണ് മനോരമ വാർത്തയിലുള്ളത്. മാതൃഭൂമി അങ്ങനെ എഴുതിയിരുന്നില്ല. അതായത് അതിനകത്ത് ഇങ്ങനെ പറയുന്നു: പുനരുദ്ധാരണത്തിന് കഴിയാത്ത സ്ഥാപനങ്ങളെ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ പുനഃക്രമീകരിക്കാനുള്ള സാധ്യതകൾ ആരായണമെന്ന് മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള രേഖ നിർദ്ദേശിക്കുന്നു. ഇത്തരം സ്ഥാപനങ്ങൾ താൽപ്പര്യമുള്ളവർക്ക് വ്യവസ്ഥകളോടെ നടത്തിപ്പ് നൽകാമെന്നും പറയുന്നു. ഇതിൽ തെറ്റ് കാണാത്ത CPM ആണ് കേന്ദ്ര സർക്കാരിൻ്റെ സ്വകാര്യവൽക്കരണ നയത്തിനെതിരെ തൊഴിലാളികളെ അണിനിരത്തണമെന്നാവശ്യപ്പെട്ട് പ്രമേയവും പാസാക്കിയത് എന്നാണ് ഈ വാർത്തയിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മനോരമയുടെ നിലപാട് വ്യക്തമാക്കുന്ന വാചകം. അതായത് ഈ സ്വകാര്യ കമ്പനികളെ തകർന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ പുനരുദ്ധരിക്കുന്നതിനായിട്ട് സമീപിക്കാം എന്ന നിലപാട് CPM എടുത്തതിനെ കേന്ദ്ര സർക്കാരിൻ്റെ സ്വകാര്യവൽക്കരണ നയത്തിനെതിരെ അവർ നടന്ന സമരത്തോട് ഉള്ള വൈരുദ്ധ്യമായിട്ടാണ് മനോരമ കാണുന്നത്. അതിനകത്ത് കുറച്ചുകൂടെ കേന്ദ്രത്തിന് പിന്നാലെയാണ് പോകുന്നത് എന്ന വിമർശനം ഉയരുന്നുണ്ട് എന്നും കേന്ദ്രത്തിൻ്റെ സ്വകാര്യവൽക്കരണ നയങ്ങൾക്കെതിരെ ട്രേഡ് യൂണിയനുകളുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച CPM കേരളത്തിലെ സ്വകാര്യവൽക്കരണത്തിനായി തൊഴിലാളികളുടെ സഹകരണം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നില്ല. വൈരുദ്ധ്യവും ചർച്ചയായി എന്ന് മനോരമ എഴുതുന്നു. ഈ മനോരമ പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട്, അതായത് കേന്ദ്ര സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളെ കമ്പനികളെ സ്വകാര്യവൽക്കരിക്കുന്നത്, പൊതുമേഖലാ കമ്പനികളെ സ്വകാര്യവൽക്കരിക്കുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് LIC എടുത്താൽ LIC 32 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള വലിയ ലാഭം ഉണ്ടാക്കുന്ന സ്ഥാപനമാണ്, പൊതുമേഖലാ സ്ഥാപനമാണ്. 2018-19 വർഷത്ത് മാത്രം കേന്ദ്രത്തിന് ഈ LICയിൽ നിന്ന് കിട്ടിയ ലാഭവിഹിതം മാത്രം 2610 കോടി രൂപയാണ്. 2610 കോടി രൂപ കേന്ദ്രത്തിന് മാത്രം ലാഭവിഹിതം കിട്ടുന്ന 32 ലക്ഷം കോടി രൂപ ആസ്തിയുള്ള LIC സ്വകാര്യവൽക്കരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. LICയും BSNLും പോലുള്ള നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. LIC 100% വിദേശ കമ്പനികൾക്ക് നിക്ഷേപമാകാം എന്ന നിലയിലേക്ക് ഈ ബജറ്റ് പ്രഖ്യാപിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കൈവശമുള്ള, നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്തായിട്ടുള്ള അതിവിശാലമായിട്ടുള്ള ലാഭമുള്ള, അതിഭീമമായിട്ടുള്ള ലാഭമുള്ള കമ്പനികളിൽ വിദേശ നിക്ഷേപവും സ്വകാര്യ കമ്പനികളെയും കൊണ്ടുവരുന്നതിനെ എതിർക്കുന്നത് ഒരു കാര്യവും, സംസ്ഥാനത്ത് തകർന്നു കിടക്കുന്ന ദുരിതത്തിലായിരിക്കുന്ന ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് അവയെ പൊക്കിക്കൊണ്ടുവരാനായിട്ട്, അതിനകത്തുള്ള തൊഴിലാളികൾക്കും മറ്റും ജീവനോപാധി ഉണ്ടാക്കാനായിട്ട് PPP മോഡലിൽ സ്വകാര്യ സ്ഥാപനങ്ങളെ ക്ഷണിക്കുന്നത്, സ്വകാര്യ വ്യക്തികളെ ക്ഷണിക്കുന്നത് മറ്റൊരു കാര്യവുമാണ് എന്ന കാര്യം വിശദമായിട്ട് പറയേണ്ടുന്ന ഉത്തരവാദിത്തമുള്ള മനോരമ എന്ന മാധ്യമം അത് ചെയ്തില്ല എന്നതാണ് ഇന്നത്തെ പത്രവാർത്തയിൽ എനിക്കുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു തോന്നൽ ചെയ്തു. അത് കൂടാതെ നമ്മൾ മറ്റു വാർത്തകൾ പരിശോധിക്കുകയാണെങ്കിൽ മാതൃഭൂമിയിൽ കേരളത്തിന് സന്തോഷകരമായൊരു വാർത്ത നമുക്ക് ഉൾപേജിൽ കാണാം. അതിതാണ് കേരളത്തെക്കുറിച്ച് കുറേ കൂടെ സന്തോഷകരമായിട്ടുള്ളൊരു വിവരം നൽകുന്നൊരു വാർത്ത നമുക്ക് മാതൃഭൂമിയുടെ വളരെ ഉൾപേജിലാണത്. അതിങ്ങനെയാണ്: സ്ഥിരം ശമ്പളം വാങ്ങുന്ന സ്ത്രീകളിൽ കേരളം ഒന്നാമത്. അത് ഈ വനിതാ ദിനവുമായി ചേർന്നുള്ളൊരു സ്റ്റോറിയാണ്. രാജ്യത്ത് സ്ഥിരം ശമ്പളം വാങ്ങുന്ന സ്ത്രീകൾ കൂടുതൽ കേരളത്തിലെന്ന് സാമ്പത്തിക അവലോകന രേഖ. കേരളത്തിൽ തൊഴിൽ ചെയ്യുന്ന സ്ത്രീകളിൽ പകുതിയോളം പേരും സ്ഥിര വരുമാനക്കാരാണ്. 2022-23 ഇന്ത്യയിൽ സ്ഥിരം വേതനമുള്ള സ്ത്രീകൾ 18.6% ആണെങ്കിൽ കേരളത്തിൽ 47.4%. എന്നുവെച്ചാൽ ഇന്ത്യയിൽ സ്ഥിരവേതനമുള്ള സ്ത്രീകളുടെ ശതമാന കണക്ക് 18.5 ആണെങ്കിൽ കേരളത്തിലത് 49.7% ആണ് എന്ന അതിസന്തോഷകരവും പ്രധാനപ്പെട്ടതുമായൊരു വാർത്ത മാതൃഭൂമി ഉള്ളിൽ നൽകിയിരിക്കുന്നു. ചെറിയ തോതിലുള്ള ദിവസക്കൂലിക്കാരായ സ്ത്രീകളും കേരളത്തിനുണ്ടെന്ന റിപ്പോർട്ടിലുണ്ട്. എന്നാൽ സംഘടിത മേഖലയിലെ ആകെ സ്ത്രീ തൊഴിലാളികളുടെ എണ്ണം 10 വർഷത്തിനിടെ വർദ്ധിച്ചിട്ടുണ്ട്. പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും സംഘടിത മേഖലയിലെ സ്ത്രീകളുടെ സാന്നിധ്യം 6 വർഷമായി വർദ്ധിച്ചു വരികയാണ്. 2023-ലും 24-ലും പൊതുമേഖലയിലെ തൊഴിലവസരങ്ങളെക്കാൾ കൂടുതലാണ് സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങളുടെ വർധന എന്ന് പറയുന്നു. അങ്ങനെ ഒപ്പം ഈ കേരളത്തിലെ വിവിധ തലങ്ങളിലെ വനിതാ ജീവനക്കാരുടെ വിന്യാസം 2023-24 കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വ്യത്യാസം കൂടെ അതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട്.